ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് ഒരു ക്വിക്ക് ലവ് ആൻഡ് കരിയർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ടോറസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ലവ് ആൻഡ് കരിയറിൽ വരാൻ പോണതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം നിങ്ങളുടെ വീഡിയോസ് വേഗം ആക്സസ് ചെയ്യണം വെച്ചാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഈ വീഡിയോനെ ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വീഡിയോസിന് കൂടുതൽ വ്യൂസ് കിട്ടും. ആൻഡ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടണ വീഡിയോ എന്നാണ് ഞാൻ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യുക, ആദ്യം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എത്രയും ആവണമെന്ന് വെച്ചാൽ അത്ര ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടോറസ്, നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ലവ് ലൈഫിൽ വരാൻ പോണ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൽ എന്താ ഉണ്ടാവാൻ പോണത്? ക്വീൻ ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് കാർഡ്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട് ഇവിടെ. അപ്പോൾ രണ്ട് ക്വീൻസ് ഇവിടെ കാണാണ്ട്. ആൻഡ് ഫൂൾ. ഓവറോൾ ഔട്ട്കം ആൻഡ് എനർജി എന്താണ്? ഏസ് ഓഫ് സോഡ്സ്. നിങ്ങളുടെ കരിയറിൽ എന്താണ് മെസ്സേജസ്? 5 of swords, 5 of wands, അപ്പോൾ 7 of wands. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ഔട്ട്കം ആൻഡ് എനർജി 3 of wands ആണ്. ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി ഉണ്ടായിരുന്നു. ക്വീൻ ഓഫ് swords ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, അപ്പോൾ ടോറസ്, കുറേ ഇൻട്രസ്റ്റിംഗ് റീഡിംഗ് ആണ് നിങ്ങളുടെ. ഏസ് സോഡ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓവറോൾ എനർജി ലവ് ലൈഫിൽ. അപ്പോൾ ഇതൊരു ബ്രേക്ക് ത്രൂയുടെ എനർജിയാണ്. നിങ്ങളുടെ ലവ് ലൈഫ് ഇതുവരെ സ്റ്റാഗ്നൻ്റ് ആയിരുന്നു വെച്ചാൽ എന്തോ ഒരു ന്യൂ ബിഗിനിങ് മാതിരി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ സ്റ്റാഗ്നൻ്റ് ആയ കാര്യം, അതിലും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും, പുതിയ ബിഗിനിങ് ഉണ്ടാവും. അപ്പോൾ ഒന്നും മുമ്പോട്ട് പോവാണ്ട് ഇങ്ങനെ ഒരു സ്റ്റക്ക് എനർജിയിലായിരുന്നു വെച്ചാൽ നിങ്ങൾ അതിൻ്റെ എനർജിയിൽ നിന്ന് പുറത്തു വരാണ്. അതുമാത്രമല്ല, ഇവിടെ ക്ലാരിറ്റിയും ഉണ്ട്, കമ്മ്യൂണിക്കേഷനും ഉണ്ട്. അപ്പോൾ ആരോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്, ഒരു ഓഫർ അയക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ക്വീൻ ഓഫ് സോഡ്സ് ഞാൻ കാണുന്നു. ഇത് ഒരു ജെമിനി എനർജി ആയിരിക്കാം, അക്വേറിയസ് ലീബ്ര എനർജി ആയിരിക്കാം. ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് ആണ് ഒരു ലവ് ഓഫർ വരണത്. ഇതൊരു പുതിയ പേഴ്സൺ ആണ്, നിങ്ങൾക്ക് ഈ പേഴ്സണെ അറിയില്ല. ഇതൊരു പുതിയ ബിഗിനിങ് ആണ്, ഒരു ന്യൂ ലവ് ഓഫർ വരുന്നുണ്ട്. അറിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേ ബി നിങ്ങൾ ഫ്രണ്ട്സ് ആണ്, ബട്ട് ഇവിടെ ഇതിൻ്റെ മുമ്പേ നിങ്ങൾ രണ്ടാളും ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നില്ല, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ഓഫറാണ്. അതല്ലാണ്ട് നിങ്ങൾ വേറെ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങളുടെ മനസ്സിൽ ആക്ച്വലി വേറെ ഒരു പേഴ്സണും ഉണ്ട് കാണാണ്ട്, ഒരു വെർഗോ എനർജി. ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു, പക്ഷെ അത് സമയമെടുത്തു. അതെന്തോ റീസൺ കാരണം ഉണ്ടായിട്ടില്ല, വന്നില്ല. ആ പേഴ്സൻ്റെ മെസ്സേജ് ഒന്നും വന്നില്ല. ഇല്ല വെച്ചാൽ അവരുടെ സൈഡിൽ നിന്ന് ഒരു റെസിപ്രോക്കേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആ പേഴ്സണിന് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു പുതിയ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്ത് ഒരു ലവ് ഓഫർ ഇവിടെ അയക്കുന്നുണ്ട്. അതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ് എടുക്കണത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ആക്ച്വലി വേറെ ഒരു പേഴ്സൺ ആണ്. പക്ഷെ ഈ പേഴ്സണും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എത്രയാ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാന്ന് അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ആ പുതിയ പേഴ്സൻ്റെ ഡിറക്ഷനിലാണ് പോണത്. ഫുൾ ഏരീസ് എനർജിയാണ്. പക്ഷെ നിങ്ങൾ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ് എടുക്കണത്. വന്ന ഓഫറിൽ നിങ്ങൾ ചിലപ്പോൾ മേ ബി ആ പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ ട്രൂ സോൾമേറ്റിന്. എന്നുവെച്ചാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണ പേഴ്സൺ എന്തായാലും ഇപ്പോൾ ഈ സമയത്ത് പിക്ചറിലില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ പുതിയ പേഴ്സൻ്റെ ഡിറക്ഷനിൽ ഒരു ചാൻസ് എടുക്കണോ, ഒരു അവർക്കും ഒരു ചാൻസ് കൊടുക്കണോ. ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ടോ അത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും ആ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അതാണ് കാണുന്നത്. നിങ്ങളുടെ ലവ് ലൈഫ് കുറേ ഇൻട്രസ്റ്റിംഗ് ആവാൻ പോകുന്നുണ്ട് നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൽ. നിങ്ങളുടെ കരിയറിൽ 3 of wands ആണ്. ഇതൊരു കുറേ റിവാർഡ്സ് വരാൻ പോവാന ഇൻഡിക്കേഷൻ ആണ് ഇത്. നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടു ഏതോ ഒരു പ്രോജക്റ്റിൽ, ജോലിയിൽ, വർക്കിൽ, ബിസിനസ്സിൽ. പക്ഷേ ഇത് എക്സാമും ആയിരിക്കാം. മേ ബി നിങ്ങൾ ഏതോ ഒരു എക്സാം എഴുതി
റിസൾട്ടിന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ പോസിറ്റീവ് റിസൾട്ട്സ് നിങ്ങളുടെ ഡയറക്ഷനിൽ വരും. പക്ഷെ കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 5 ഓഫ് സ്വേർഡ്സ് ഉണ്ട് നിങ്ങളുടെ ഫസ്റ്റ് കാർഡ്. അപ്പം നിങ്ങളുടെ വർക്ക് സിറ്റുവേഷനിൽ ഞാൻ കുറേ അൺഹെൽതി കോമ്പറ്റീഷൻ ആണ് കാണുന്നത്. കുറേ മാന്യൂപ്പുലേറ്റീവ് ആൾക്കാർ, ഗോസിപ്പ്, കുറേ വർക്ക് കൾച്ചർ ഒരു അൺഹെൽതി മാതിരി അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. അത് മാത്രമല്ല 5 ഓഫ് സോഡ്സും 5 ഓഫ് വോൺസും ഉണ്ട്. അപ്പോൾ 5 ഓഫ് വോൺസ് കുറേ കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയും കൂടിയാണ്. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ട്, കുറേ ഫൈറ്റ്സ് ഉണ്ട്, കുറേ ചെറിയ ചെറിയ കാര്യത്തിൽ ഇങ്ങനെ മുഷിയ അങ്ങനെ ഇങ്ങനെ ഇന്റർഫിയർ ചെയ്യുക, വേറെ ആൾക്കാരെ നിങ്ങളുടെ വർക്കിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുക, നിങ്ങളെ ചെയ്ത പണിക്ക് വേറെ ആരോ ക്രെഡിറ്റ് എടുക്കുക, അങ്ങനത്തെ ഇഷ്യൂസ് കുറേ ഞാൻ കാണുന്നു. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ കുറേ ഒരു ഡിസ്റ്റർബ്ഡ് എനർജിയിലാണ്. 7 ഓഫ് വോൺസ് ഉണ്ട് ഇവിടെ. പക്ഷേ ഇവിടെ ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ ഇതൊക്കെ അത്ര വലിയ ഇഷ്യൂസ് അല്ല. ഉണ്ട് പ്രശ്നങ്ങൾ ചെറുതായിട്ട്, ബട്ട് നിങ്ങളിത് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എനർജിയാണ്, ഇഷ്യൂസാണ്. ചില ബ്ലോക്കേജസ് ഞാൻ ഫ്യൂച്ചറിൽ കാണുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യും കുറച്ച് സമയം വരെ. പക്ഷെ അതുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് വോൺസ് ഉള്ളത്. എന്ന് വെച്ചാൽ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഡോണ്ട് ഗിവ് അപ്പ്. ഗിവ് അപ്പ് ചെയ്താൽ പിന്നെ ഒന്നും വർക്കൗട്ട് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാണ്ട് നിങ്ങളുടെ ബിലീഫിൽ നിങ്ങളുടെ ബിലീഫിനെ നിങ്ങൾ വിടാണ്ട് നിന്ന നിങ്ങൾക്ക് പോസിറ്റീവായി റിസൾട്ട്സ് നിങ്ങൾ കാണും. എന്നുവെച്ചാൽ കർമ്മ നിങ്ങളുടെ സൈഡിലാണ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യുക പേഷ്യൻ്റ്ലി. ഈ സിറ്റുവേഷൻ, ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്, പക്ഷെ അത് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ക്രോസ് ചെയ്യും, അതിനെ സക്സസ്ഫുള്ളായി ഹാൻഡിൽ ചെയ്യും. ഇതൊക്കെ കുറേ ദിവസം ഉണ്ടാവണ പ്രശ്നങ്ങളല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. ചില കേസസിൽ അത്ര ചെറുതും ആയിരിക്കില്ല, പക്ഷെ എന്തായാലും നിങ്ങളാണ് ഇവിടെ എൻഡിൽ ജയിക്കുക. അപ്പോൾ ഡോണ്ട് ഗിവ് അപ്പ് എന്നാണ് ഇവിടെ മെസ്സേജ് വരണത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പേഴ്സണൽ റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിന് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് ഞാൻ എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിങ് ഫസ്റ്റ് ആയിട്ട് വേണം വെച്ചാൽ അത്രയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.